الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إنها ترمي بشرر كالقصر كأنه جمالة صفر സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ നരകത്തിൽ അകപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് ഭയപ്പാടോടുകൂടി ജീവിക്കണേ എന്ന് പ്രത്യേകമായി വസിയ്യത്ത് ചെയ്തതായി ഹദീസുകളിൽ കാണുവാൻ പറ്റും. ചില സന്ദർഭങ്ങളിൽ വളരെ ഗൗരവത്തിൽ, വളരെ ഉറച്ച ശബ്ദത്തിൽ, വലിയ ശബ്ദത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം തന്റെ സഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അൻദർതുകുമുന്നാർ, നിങ്ങളെ ഞാനിതാ നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. അൻദർതുകുമുന്നാർ, ഇങ്ങനെ ഗൗരവത്തിൽ ആവർത്തിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തെ പേടിച്ച് ജീവിക്കണം, അതിൽ അകപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ഭയപ്പെടണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഈ ഒരു സംഭവത്തെ അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്: ഫമാ സാല യഖൂലുഹാ ഹത്താ ലൗ കാന ഫീ മഖാമി ഹാദാ, ഞാൻ ഈ നിന്ന സ്ഥലത്ത് വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതെങ്ങാനും പറഞ്ഞിരുന്നുവെങ്കിൽ ലസമഅഹു അഹ്ലു അൽ ഖുറാ, അല്ലെങ്കിൽ അസ്സൂഖ്, ആ ഗ്രാമത്തിലുള്ള, ആ അങ്ങാടിയിലുള്ള മുഴുവൻ ആളുകളും കേൾക്കുമായിരുന്നു. അത്ര ഉച്ചത്തിലാണ് പ്രവാചകൻ അൻദർതുകുമുന്നാർ എന്ന് ഓർമ്മപ്പെടുത്തിയത്. പ്രവാചകൻ ആ ഒരു സന്ദർഭത്തിൽ ബേജാറുകൊണ്ട് പ്രവാചകന്റെ തോൾമുണ്ട് നിലത്ത് വീണിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണുവാൻ പറ്റും. വിശ്വാസികളെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരങ്ങളിലും സുന്നത്ത് നമസ്കാരങ്ങൾക്കുമൊക്കെ അവസാനത്തിൽ അള്ളാഹുവിനോടൊരു ഒഴുക്കം മട്ടിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അള്ളാഹിന്റെ റസൂൽ ഗൗരവത്തിൽ പഠിപ്പിച്ചതാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ. അല്ലാഹുവേ, ജ്വലിക്കുന്ന
നരകാഗ്നിയിൽ നിന്ന് എന്നെ കാക്കണമേ. ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാനിതാ രക്ഷ തേടുന്നു. ഇത് നമസ്കാരത്തിന്റെ അവസാനത്തിൽ ഒരു മുഅ്മിൻ പ്രാർത്ഥിക്കുമ്പോ വളരെ പേടി വേണം. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഖബറിലെ ശിക്ഷയിൽ നിന്ന് എനിക്ക് സുരക്ഷിതത്വം കിട്ടുവാനും ഞാനിതായി നമസ്കരിച്ച് ഇത് അവസാനിപ്പിക്കുകയാണ് റഹ്മാനെ. ഇനി എനിക്കൊരു നിസ്കാരത്തിന് സമയം കിട്ടുമെന്നറിയില്ല. അതുകൊണ്ട് അള്ളാഹുവേ എന്നെ ഖബർ ശിക്ഷയിൽ നിന്ന് കാക്കണം. അള്ളാഹുവേ ഖബർ ശിക്ഷയിൽ നിന്ന് മാത്രമല്ല ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നീ എന്നെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ. വിശ്വാസികളെ, എത്ര ഗൗരവത്തിലാണ് നമ്മൾ അതിനൊക്കെ കണ്ടിട്ടുള്ളത്. അത് കാണണം എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. കാരണം എന്താണെന്നറിയോ? നരകത്തെ അത്ര നിസ്സാരായി കാണാൻ പറ്റൂല. എങ്ങനെയെങ്കിലൊക്കെ ഞാൻ സ്വർഗത്തിലെത്തും എന്ന് ചിന്തിക്കാൻ പാടില്ല. ജ്വലിക്കുന്ന നരകത്തിൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ സെക്കൻഡിനേക്കാൾ കുറഞ്ഞ സമയം നമ്മൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ പോലും അത് നമുക്ക് താങ്ങാൻ കഴിയില്ല. അള്ളാഹു നമ്മെ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പറയാ, കമൻ ഹുവ ഖാലിദുൻ ഫിന്നാർ, ആ നരകത്തിൽ ശാശ്വതനായവനെ പോലെയാണോ? എന്താണ് അതിന്റെ പ്രത്യേകത? വസഖൂ മാഅൻ ഹമീമ, ചെറിയ ചെറിയ ശിക്ഷകളാണ് അവിടുത്തേത്. അതിലേറ്റവും ചെറിയ ശിക്ഷയെക്കുറിച്ചാ. വലിയ ശിക്ഷയ്ക്ക് മുമ്പ് ലഭിക്കുന്ന ചെറിയ ചെറിയ ശിക്ഷകൾ. അവിടെ തിളച്ച വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു. ദാഹിച്ച് കരയുന്നവന് നരകത്തിലെ ചെറിയ ശിക്ഷകളിലൊന്നാണ് തിളച്ച വെള്ളം കുടിക്കാൻ കൊടുക്കുക. ആ തിളച്ച വെള്ളം അവനാണ് കുടിക്കാൻ കൊടുത്താൽ അവന്റെ കുടൽമാലകൾ പൊട്ടി തകർന്നു പോകുമെന്നാണ്. പിന്നെയും അവൻ ദാഹിക്കും. അവൻ നരകത്തിന്റെ കാവൽക്കാരോട് വെള്ളം ചോദിച്ചു കൊണ്ടിരിക്കും. തിളച്ച വെള്ളം അങ്ങ് അണ്ണാക്കിലേക്ക് തീജലം അവൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. പൊട്ടിത്തകർന്നു പോകും. വീണ്ടും പഴയതുപോലെയാകും. അവന് ദാഹം ഇരട്ടിക്കും. വിശ്വാസികളെ, ഒരു സെക്കൻഡ് പോലും ആ നരകത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റില്ല. അത്ര ഭയാനകമാണ് ആ നരകം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസർ, വലിയ കെട്ടിടം പോലെയുള്ള തീപ്പൊരികളായിരിക്കും. അത് വലിയ സമുച്ചയങ്ങളെപ്പോലെ ആയിരിക്കും അതിലെ തീപ്പൊരികൾ. ഏതുപോലെയായിരിക്കും? മഞ്ഞ നിറത്തിലുള്ള വലിയ ഒട്ടകക്കൂട്ടങ്ങളെപ്പോലെ വലുപ്പം തോന്നും. അത്ര വലുതായിരിക്കും നരകം അങ്ങ് കത്തിയാൽ അതിലൊരു തീപ്പൊരിയുടെ വലുപ്പമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ, നരകത്തിന് ഇത്രമാത്രം ഗൗരവമുള്ളത് കൊണ്ട് ഭയപ്പെടേണ്ടത് കൊണ്ടാണ് വിശ്വാസികൾക്ക് അതിനുള്ള അവസരങ്ങൾ അല്ലങ്ങനെ ഒരുക്കി കൊടുക്കും. 5 നേരത്തെ നിസ്കാരം അത് നമ്മുടെ ജീവിതത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. ഒരു സുബ്ഹാനല്ലാഹ് അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഒരു രൂപ ദാനം ചെയ്യുന്നത് അത് സ്വർഗത്തിൽ എത്തിപ്പെടാൻ വേണ്ടിയാണ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ റമളാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വിശ്വാസികൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച ഒരു സുവർണകാല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അസ്സൗമു ജുന്നത്തുൻ, നോമ്പ് എന്ന് പറയുന്നത് അത് ജുന്നത്തും മിനന്നാർ, നരകത്തിന്ന് ഒരു പരിചയാണ്. അതവന് നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള ഒരു പരിചയാണ്. അതവൻ സ്വീകരിക്കട്ടെ. ഏതുപോലെ? അത് നിങ്ങൾക്ക് മിനൽ ഖിതാൽ, യുദ്ധത്തിൽ നിങ്ങൾ സ്വയം തടി സംരക്ഷിക്കാൻ, നരകത്തിന്ന് രക്ഷപ്പെടാൻ നോമ്പ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു. ദുനിയാവിലൊരു യുദ്ധം ഉണ്ടായാൽ എന്തെല്ലാം പരിചകൾ സ്വീകരിക്കും, എന്തെല്ലാം രക്ഷാ കവചങ്ങൾ സ്വീകരിക്കും. അതുപോലെ നിങ്ങൾക്ക് ദുനിയാവിൽ രക്ഷപ്പെടാൻ പറ്റുന്നതാണ് പരിചയെങ്കിൽ അതിനേക്കാൾ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ കാത്തു സംരക്ഷിക്കുന്നതാണ് അസ്സൗം, നോമ്പ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസികളെ, എന്തിനാ നോമ്പിന്റെ കാലം വരുമ്പോൾ ഇത് ഓർമ്മപ്പെടുത്തുന്നത്? നമുക്കൊരു ശ്രദ്ധ ഉണ്ടാവണം. ഇത് വെറുതെ അങ്ങനെ നോറ്റ് രാവിലെ മുതൽ പട്ടിണി കിടന്ന് വൈകുന്നേരം ഒരു നല്ലൊരു സംഘം ഇഫ്താറും നടത്തി പറ്റുമ്പോഴൊക്കെ ഒരു തറാവീഹിനും പോയി ഞാൻ നോമ്പനുഷ്ഠിച്ചാ സ്വീകരിക്കപ്പെടുന്ന് ആരും വിചാരിക്കണ്ട. അത് അത്രമാത്രം ഗൗരവവും ഭയാനകവും മനുഷ്യന് എത്തിപ്പെടാൻ ഒരിക്കലും പാടില്ലാത്തതുമായ നരകത്തിൽ നിന്നുള്ള മോചനത്തിനുള്ള മാർഗമാണ്. അതുകൊണ്ട് തന്നെ അതിനെ അതേ ഗൗരവത്തിൽ നമ്മൾ കാണുകയും വേണം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസ് എന്തെന്നറിയോ? ഈ ലക്ഷ്യത്തിന് വേണ്ടി ഒരു മനുഷ്യൻ അങ്ങോട്ട് ഒരുങ്ങിയാൽ അവന്റെ സാഹചര്യം പോലും ഈ റമളാനിൽ അല്ലാഹു മാറ്റിക്കൊടുക്കും. എങ്ങനെ? തന്റെ ചുറ്റുപാടുകളിൽ തിന്മകളെക്കാൾ നന്മ ചെയ്യാനുള്ള അവസരം അല്ലാഹു അങ്ങനെ തുറന്നു കൊടുക്കും.
ഇബാദത്തിന് ആളുകളൊക്കെ പള്ളിക്ക് പോകും, അക്കൂട്ടത്തിൽ ഓനും പോകാൻ പറ്റും. നാടായ നാട് മുഴുവൻ പള്ളിയും അതുപോലെ തന്നെ അനുബന്ധ കാര്യങ്ങളിലും നമസ്കാരങ്ങളിലും തറാവീഹിലും നോമ്പനുഷ്ഠാനങ്ങളിലും ഒക്കെയായി ജീവിക്കുമ്പോ വീട്ടിൽ പോലും നോമ്പില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. നാട്ടിലൊന്നിറങ്ങി തന്റെ ചുറ്റുപാടിൽ നിന്ന് നോമ്പുകാരല്ലാത്തവരെ പോലെ ജീവിക്കാൻ അവന് പറ്റാതെയാകും. അതെ, എന്താ അതിന്റെ ഉദ്ദേശം? നിർബന്ധമായും അവനൊരു സാഹചര്യത്തെ അല്ല ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. നീ നന്നാവണോ? ഇപ്പൊ നന്നായിക്കോന്ന്. നിനക്ക് രക്ഷപ്പെടണോ? ഇപ്പൊ രക്ഷപ്പെട്ടോ. കാരണം അടുത്ത റമളാനിൽ നിനക്ക് ആയുസ്സുണ്ടാകുമെന്ന് നീ വിചാരിക്കേണ്ടതില്ല. ഇദാ ജാ റമളാൻ, അല്ല പറയാ, അള്ളാന്റെ റസൂലിലൂടെ പഠിപ്പിക്കുക, ഇദാ ജാ റമളാൻ, റമളാൻ അങ്ങ് വന്നാൽ ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങളൊക്കെ മലർക്കെ തുറക്കും. അള്ളാന്റെ റസൂൽ പറഞ്ഞു, മനുഷ്യരിൽ അധികം ആളുകൾ, കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കാലം എന്ന് പറയുന്നത് റമളാൻ മാസം. എന്നിട്ടും സഹോദരങ്ങളെ, നമുക്ക് ആ സ്വർഗത്ത് പ്രവേശിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്തിനു പറ്റും? അല്ലേ? ഒരു ജാറത്തിലും പോകാതെ, ഒരു ഐക്കല്ലും മേലസും ഒന്നും ജീവിതത്തിലില്ലാതെ, ഒരു ഉറൂസിലും പങ്കെടുക്കാതെ അല്ലാ എന്ന വിചാരത്തോടു കൂടി ജീവിക്കുന്ന നമുക്ക് ഈ ഒരു പരിശുദ്ധ റമളാൻ ലഭിച്ചിട്ടും സ്വർഗത്ത് പ്രവേശിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനു പറ്റും? വഉല്യഖത് അബ്വാബുന്നാർ, നരകത്തിന്റെ വാതിലുകളൊക്കെ അടക്കും. വസുഫിദത്തി ശയാത്തീൻ, പിശാചുക്കളെ അല്ലാഹു ബന്ധിപ്പിക്കുമെന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അത്ര ഒരുക്കം അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി ചെയ്തു തരുമ്പോ ഞാൻ നന്നാവില്ലെന്ന വാശിയുള്ളവന് മാത്രമേ നരകത്ത് പോകുള്ളൂ. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എങ്ങനെ സാധ്യമാകും സഹോദരങ്ങളെ? എങ്ങനെ സാധ്യമാകും? കുറെ നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചിട്ടുണ്ടല്ലോ. ഈ റമളാനിൽ നമ്മൾ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? ഒന്നെന്താണെന്നറിയോ? നമ്മുടെ മനസ്സ് ശുദ്ധിയുള്ളതാവണം. ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം, നമ്മുടെ മനസ്സ് നമ്മുടേത് ശുദ്ധിയുള്ളതാവണം. ഏതുപോലെ എന്നറിയോ? നമ്മളൊരു വസ്ത്രം ധരിച്ചാൽ നമ്മൾ വൈകുന്നേരമാകുമ്പോഴേക്ക് വിയർപ്പും ചളിയും പുരണ്ട് അതൊരു മുഷിഞ്ഞ മണം വരും, അല്ലേ? അതേപോലെ നമ്മുടെ ശരീരം രാവിലെ കുളിച്ചു വൃത്തിയായി ഒരു യാത്രക്ക് കഴിഞ്ഞ് ഒന്ന് വേർത്തൊക്കെ വന്നാൽ നമ്മുടെ ശരീരം ദുർഗന്ധമുള്ളതാവും. അത് നമുക്കറിയാം. അതങ്ങനെയാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഒരു മനുഷ്യൻ ഇങ്ങനെ നാട്ടിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സിലും ഇങ്ങനെ ചില മാലിന്യങ്ങളൊക്കെ കടന്നു വരും. അത് വൃത്തിയാക്കിയേ പറ്റൂ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വസ്ത്രത്തോട് മനസ്സിനെ ഉപമിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയങ്ങളെ? ഒരു വസ്ത്രത്തിൽ ഒരു ചളിയായാൽ അതൊരു അടയാളം പോലെ ഇങ്ങനെ നിൽക്കൂല്ലേ? അത് കഴുകി വൃത്തിയാക്കിയാൽ ആ വെള്ള തുണി നല്ല വൃത്തിയുള്ളതാവും. കഴുകാതിരുന്നാലോ വീണ്ടും ചളിയാകും. ആ വസ്ത്രം ക്രമേണ ഉപയോഗശൂന്യമാകും. ഇതൽ അബ്ദു, ഒരു അടിമ, ഇതാ അഖ്ത ഖതിഅ, അവന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ നുഖിതത ഫീ ഖൽബിഹി നുഖ്തത്തുൻ സൗദാ, അവന്റെ മനസ്സിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നാണ്. ഒരു തെറ്റ് സംഭവിച്ചാൽ അവന്റെ ശുദ്ധമായ മനസ്സിൽ ഒരു കറുത്ത പുള്ളി വീഴും. വഇദാ ഹുവ നസഅ, ശ്രദ്ധിക്കണം കേട്ടോ, അതിന്ന് അവൻ മാറി, അത് തെറ്റായിരുന്നു, ഇനിയില്ല. അവൻ തീരുമാനിച്ചു. വസ്തഗ്ഫറ, എന്നിട്ട് അവൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് ചോദിച്ചു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു. വതാബ, എന്നിട്ട് അവൻ മടങ്ങുകയും ചെയ്തു, ഇനി ചെയ്യൂല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. 3 കാര്യം അള്ളാന്റെ റസൂൽ പറഞ്ഞു. അത് നിർത്തണം. ഇനി ഒരു ചാൻസ് കിട്ടിയത് ചെയ്യൂല എന്ന് തീരുമാനിക്കണം. മാത്രല്ല റഹ്മാനായ റബ്ബിനോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കുകയും ചെയ്യണം. സുഖില ഖൽബുഹു, അവന്റെ ഹൃദയത്തെ പഴയ രൂപത്തിൽ അള്ളാഹു മാറ്റിക്കൊടുക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വ ഇൻ ആദ, എന്നാൽ ഇതങ്ങനെ പതിവാക്കി പോയാൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് റാൻ, അത് കറുത്തിരുണ്ടു പോകും, കരിങ്കല്ല് പോലെയാകും. ഒരു വെളിച്ചം തട്ടിയാൽ പോലും ഒന്ന് തിളങ്ങാൻ കഴിയാത്ത വിധം അവന്റെ മനസ്സ് ദുഷിച്ചു പോകും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്തോതി, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മുഖേന അവരുടെ ഹൃദയങ്ങൾ കറുത്തുപോയിരിക്കുന്നു, ഇനി നേരാവൂലാണ്. വിശ്വാസികളെ, പരിശുദ്ധ റമളാൻ വന്നിട്ട് ഒന്ന് കണ്ണടച്ചിരുന്നിട്ട്, അല്ലാ എന്റെ അടുത്ത് തെറ്റ് പറ്റിട്ടോ പടച്ചോനെ ഇനി ചെയ്യൂലട്ടോ, ആരോടും പറയണ്ട, അള്ളാഹിനോടൊന്ന് പറഞ്ഞു നോക്ക്, അള്ളാഹ് സ്വീകരിക്കും. അല്ല, ഞാൻ പട്ടിണി കിടക്കാൻ മാത്രമാണ് തീരുമാനിച്ചതെങ്കിൽ അള്ളാഹ്ക്ക് നമ്മുടെ നോമ്പ് വേണ്ട. വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ അറിയോ? ഒരു മനുഷ്യൻ എപ്പോഴാ വിജയിക്കുക? ഖദ് അഫ്ലഹ മൻ തസക്ക, അവന്റെ മനസ്സ് പരിശുദ്ധപ്പെടുത്തിയവനെ വിജയിക്കുകയുള്ളൂ. ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചിരിക്കുന്നു.
ഒരു സംശയമല്ല, ഓൻ പരാജയപ്പെടൂല, ഓൻ ജയിക്കും. അള്ളേ പറഞ്ഞത് ജയിക്കും തീർച്ച. എപ്പോ? മൻ തസക്ക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി ഇല്ലെന്ന് തീരുമാനിച്ച് ഇസ്തിഗ്ഫാറിനെ ചോദിച്ച് കൺകോണുകളിലൂടെ കണ്ണീരൊഴുക്കി അവനങ്ങ് പ്രാർത്ഥിച്ചാൽ ഖദ് അഫ്ലഹ്, ജയിക്കും. നാളെ പരലോകത്ത് സ്വർഗം ഉറപ്പ്. എന്നിട്ട് അള്ളാഹ് അതിനെ തിരിച്ചും പറഞ്ഞു വഖദ് ഖാബ. ആരാ പിന്മാറിക്കളഞ്ഞത്? ആരാണത് കളവാക്കി കളഞ്ഞത്? ആരാണോ തന്റെ പാട്ടിന് വിട്ടുപോയത്? അവൻ ദസ്സാഹ, അവൻ നരകത്തിന്റെ വേദനാജനകമായ ശിക്ഷയിലേക്ക് മടക്കും. നരകുറപ്പ. വിശ്വാസികളെ, ഈ പരിശുദ്ധ റമളാൻ നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമായി മാറണം. എന്താ കാരണം എന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും. അള്ളങ്ങളെ രൂപഭംഗിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെ നീണ്ട താടിയിലേക്കോ നിങ്ങളെ വെള്ള വസ്ത്രത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സ്വത്തിലേക്കോ ഒന്നും അല്ല നോക്കൂല. അതൊന്നും അള്ളാഹ്ക്ക് നോക്കാനുള്ളതല്ല. മറിച്ചോ വലാകിൻ യൻദുറു, അല്ല നോക്കും ഇലാ ഖുലൂബിക്കും, ആദ്യ നോട്ടം മനസ്സുക്കാൻ. എന്ത് നീയത്താണ് ഇവനുള്ളത്, എന്താണ് ഇവന്റെ ലക്ഷ്യം, എന്താണ് ഇവന്റെ ആഗ്രഹം, എന്നിട്ട് വ അഅമാലിക്കും, അവന്റെ പ്രവർത്തനങ്ങളും നോക്കും. അപ്പൊ മനസ്സ് നന്നായില്ലെങ്കിൽ വിശ്വാസികളെ ജീവിതത്തിൽ നമുക്ക് സുരക്ഷിതത്വം കിട്ടൂല. അതുകൊണ്ട് എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന തിന്മകളുണ്ടോ, ആഗ്രഹങ്ങളുണ്ടോ, ചെയ്തു പോയതിനെ കുറിച്ച് പശ്ചാത്താപമുണ്ടോ, എങ്കിൽ അള്ളാഹു നമ്മെ സ്വീകരിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നതാണ് കേട്ടോ. രണ്ടെന്താ നിങ്ങൾ, ശരീരവും മനസ്സും ശുദ്ധിയാകുന്ന അല്ലെങ്കിൽ ശുദ്ധിയാക്കുന്ന അതേ ഗൗരവത്തിൽ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സാമ്പത്തികമായ ശുദ്ധിയും ഒരു വിശ്വാസിക്ക് ആവശ്യമാണ്. അവന്റെ സമ്പത്തിന് അവൻ സക്കാത്ത് കൊടുക്കണം. ഹറാമിന്റെ ഒരു നയാ പൈസ അവന്റെ സമ്പാദ്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. അവൻ അനന്തരം കിട്ടിയ സ്വത്താണെങ്കിലും മറ്റുള്ളവർക്ക് തൃപ്തിയില്ലാതെ കിട്ടിയതെങ്കിൽ അതുപോലും ഹറാമിന്റെ പട്ടികയിൽ പെടുന്നവർ. അത്ര ഗൗരവമുണ്ട് ആ വിഷയത്തിൽ. നമ്മൾ പേടിക്കണ്ടേ? അപ്പൊ സമ്പത്ത് ശുദ്ധമാകണം. അല്ലാഹ് പറയാ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബ്, അല്ലാഹു പരിശുദ്ധനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അല്ലാഹു പരിശുദ്ധമായതല്ലാതെ സ്വീകരിക്കുകയില്ല. ആ ഹദീസ് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാ. പിന്നീട് റസൂൽ ഒരു കഥ പറഞ്ഞു. ഒരു മനുഷ്യൻ, അയാൾ ദീർഘമായ യാത്ര ചെയ്തു. ആ യാത്ര എല്ലാ പ്രയാസങ്ങളും അയാൾ അനുഭവിച്ചു. അയാള് അശ്ഗസ വ അഗ്ബറ, പൊടി പുരണ്ടു, ആകെ അവശനായി. എന്നിട്ട് യമുദ്ദു യദൈ, രണ്ട് കൈ ആകാശത്തേക്ക് ഉയർത്തി. എന്നിട്ട് പ്രാർത്ഥിക്കുക, യാ റബ്ബി യാ റബ്ബ്, പടച്ചോനെ രക്ഷിക്കണേ രക്ഷിക്കണേ. അല്ലാഹ് അതിന് മറുപടി പറയാണ്, വമത്അമഹു ഹറാം വമൽബസുഹു ഹറാം വമശ്റബഹു ഹറാം വഉദ്ദിയ ബിൽ ഹറാം. ഭക്ഷണം, അവന്റെ വസ്ത്രം, അവന്റെ എല്ലാം വഉദ്ദിയ ബിൽ ഹറാം, ഹറാമിലാണ് അവൻ ആകണ്ടായിക്കണത്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, ഇത്തരം ആളുകൾക്ക് ഞാൻ എങ്ങനെയാണ് സ്വർഗം കൊടുക്കുക അല്ലെങ്കിൽ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുക എന്ന് അല്ലാഹ് പറയുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, ജീവിതത്തിൽ മനസ്സും ശരീരവും സമ്പത്തും നമ്മൾ കൃത്യതയോടുകൂടി സൂക്ഷിച്ചുകൊണ്ട് വേണം പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കാൻ. അതോടൊപ്പം ഈ പവിത്രതയൊക്കെ ഉള്ളതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ തൃപ്തി കൂടി നമുക്ക് ലഭിക്കണം. ഉപ്പയമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? അവര് നമ്മളെ കുറിച്ച് നന്മ മാത്രമേ ചിന്തിക്കാവൂ. അവർക്ക് നമ്മെക്കുറിച്ച് സന്തോഷം മാത്രമേ ഉണ്ടാകാവൂ. എന്റെ പ്രിയ ചെറുപ്പക്കാരെ, എന്റെ വിദ്യാർത്ഥികളെ, നിങ്ങളോട് ആത്മാർത്ഥമായി പറയാം, ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ സർട്ടിഫിക്കറ്റോ നമ്മുടെ കച്ചവടോ നമ്മുടെ ജോലിയൊന്നല്ല. നമുക്ക് ഒരു ഉമ്മയുണ്ടോ, അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിള റബ്ബ്, അള്ളാഹു ഒരു മനുഷ്യനെ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഫി റിളൽ വാലിദൈൻ, അവന്റെ മാതാപിതാക്കൾ അവനെ തൃപ്തിപ്പെടുമ്പോഴാണ് അള്ളാഹ് അവനെ തൃപ്തിപ്പെടാൻ. അല്ലേ? മൂത്രവും മലൊക്കെ വൃത്തിയാക്കാൻ പറ്റിയ ഒരു ഉപ്പുണ്ടോ ഉമ്മുണ്ടോ, സന്തോഷിച്ചോളി, അള്ളാഹ് തൃപ്തിപ്പെടും. അള്ളാഹ് തൃപ്തിപ്പെടും. എന്നാൽ വസഖത്തുഹു ഫീ സഖ്തിഹിമ, അവർക്ക് നിങ്ങളോട് കോപമുണ്ടായാൽ, വെറുപ്പുണ്ടായാൽ, അള്ളാഹ്ക്കും അത് മുഖേന നിങ്ങളോട് വെറുപ്പുണ്ടാവും. അവരിൽ നിന്ന് എന്ത് കിട്ടി എന്നുള്ളതല്ല കേട്ടോ, അവരെന്ത് തന്നു എന്നുള്ളതല്ല, പക്ഷേ നമുക്ക് അവരോടുള്ള ബാധ്യത. ഈ റമളാൻ സന്തോഷമുള്ളതാവണോ? ഈ റമളാൻ അള്ളാഹ് സ്വീകരിക്കണമാണോ? മാതാപിതാക്കളെ നന്നായി സ്നേഹിക്കണം, നന്നായി ബഹുമാനിക്കണം, അവരുടെ സന്തോഷം നമുക്ക് വാങ്ങാൻ പറ്റണം. ഇനി
മരണപ്പെട്ടു പോയാലോ, അവരോട് എന്തെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടോ, മനസ്സുരുകി പ്രാർത്ഥിക്കും. ആ മാതാപിതാക്കൾ കൺമുന്നിലേക്ക് കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ ഉമ്മാനുപ്പാനി കാണാൻ ശ്രമിച്ച് അള്ളാഹിനോട് ചോദിക്കും, പടച്ചോനെ ചെയ്തു പോയിട്ടുണ്ട്, അബദ്ധം പറ്റിയിട്ടുണ്ട്, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എനിക്ക് പുറത്തു തരണേ, എന്റെ ഉമ്മാക്ക് പുറത്തു തരണേ പറയും. ആ പ്രാർത്ഥന അള്ളാഹ് കേൾക്കും. മനസ്സ് തട്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കും. മറ്റൊന്നെന്താണെന്നറിയോ, നോമ്പ് നോൽക്കാനുള്ള ഷർത്തല്ല ഞാൻ പറയണത്, അള്ളാഹ് സ്വീകരിക്കാനുള്ള മാനദണ്ഡ ഞാൻ പറയണത്. മറ്റൊന്നെന്താ അറിയോ, അയലോക്കാരോടൊക്കെ തെറ്റി, കുടുംബക്കാരോടൊക്കെ അകന്ന്, എല്ലാവരുടെ വെറുപ്പിന്റെ പിന്നാലെ പോണെങ്കിൽ ലാ യദ്ഖുൽ ജന്ന ഖാത്തിഉ റഹിമിൻ, ബന്ധം മുറിച്ചവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളും നമ്മള് ഹജ്ജിന് പോകുമ്പോ ഉംറക്ക് പോകുമ്പോ പൊരുത്തപ്പെടിപ്പിക്കൂലേ സഹോദരങ്ങളെ? അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ, അവരുടെ മനസ്സും കൂടി മാറണ്ടേ. അതേപോലെ ഈ റമളാൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്താനുള്ള മാർഗമായി നമ്മൾ കാണണം. നന്നായി ഒരുങ്ങി മനസ്സും ശരീരവും സമ്പത്തും ബന്ധങ്ങളുമൊക്കെ ശരിയാക്കി തിന്മയോട് വിട പറഞ്ഞ് നന്മയുടെ കവാടങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുമ്പോഴാ ഈ റമളാൻ നമുക്ക് പ്രയോജനപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നാം അനുഷ്ഠിക്കുന്ന നോമ്പ് അത് സമ്പൂർണമായി ലഭിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സഹോദരങ്ങളെ, കർമ്മപരമായി റമളാനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ. ഒന്ന് നിയ്യത്തുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് ഉണ്ട്, മല്ലം യജ്മഉ സിയാം ഖബ്ൽ ഫജ്രി ഫലാ സിയാമ ലഹു. ഒരാൾ പ്രഭാതത്തിന് മുമ്പ് നോമ്പിനെ കുറിച്ച് മനസ്സിൽ വിചാരിച്ചില്ലെങ്കിൽ അവന് നോമ്പില്ല എന്ന് പ്രവാചകന്റെ ഹദീസുണ്ട്. ഈ ഹദീസിന്റെ പൊരുൾ, നോമ്പൊരു ശീലമായി ഒരു പതിവ് പോലെ എഴുന്നേറ്റ് പോകുന്ന ഒരു സാഹചര്യം ഒരു മുഅ്മിനായ മനുഷ്യന് ഉണ്ടാവാൻ പാടില്ല. ഏതൊരു കാര്യം 10 ദിവസം ചെയ്ത ശീലമാവും. അപ്പൊ പിന്നെ ആ ശീലത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ നേരം വെളുക്കുന്നു, രാത്രിയാവുന്നു. അല്ല, എനിക്ക് നാളെ നോമ്പാണ്, എനിക്ക് സ്വർഗം കിട്ടാനുള്ളതാണ്, എനിക്ക് നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ളതാണ്, പടച്ചോനെ സ്വീകരിക്കണേ എന്ന ആ നല്ല നീയത്തോടു കൂടിയായിരിക്കണം ഒരാൾ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ആ നീയത്ത് അവന് ഉണ്ടാവണം. മറ്റൊന്ന് അത്താഴം കഴിക്കലാണ്. തസഹറു ഫഇന്ന ഫിസ് സുഹൂരി ബർക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രഭാതത്തിൽ അല്പം ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ട് എന്ന്. താല്പര്യമില്ലെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിലും അല്പം നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ അത്താഴം കഴിക്കണം എന്നാണ്. ഏതുവരെ എന്നറിയോ, തസഹറു വലൗ ബിജുർഅതി മാഇൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ട്, ഇനി ഒന്നും കഴിക്കാനാണ് കഴിയണില്ല, എന്നാൽ അല്പം വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു അത്താഴത്തിന് ഉള്ള പരിധി എന്താ, എപ്പോഴാണ് അത് കഴിക്കേണ്ടത്? പ്രവാചകന്റെ അധ്യാപനങ്ങൾ വളരെ കൃത്യമാണ്. തസഹർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്ത് പറയാം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അത്താഴം കഴിച്ചു. സുമ്മ ഖുംനാ ഇലസ്സലാ, പിന്നെ ഞങ്ങൾ പ്രഭാത നമസ്കാരത്തിന് വേണ്ടി, സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി പോയി. ഖുൽതു, അപ്പോൾ സഹാബി ചോദിച്ചു, കം കാന ഖദ്റു മാ ബൈനഹുമാ, നിങ്ങളുടെ ആ അത്താഴത്തിനും ആ സുബഹിക്കും ഇടയിൽ എത്ര സമയമാണ് ബാക്കിയുണ്ടായിരുന്നത്? 50 ആയ, 50 ആയത്ത് ഓതാനുള്ള സമയം പരമാവധി. അല്ലാതെ 12 മണിക്കോ 1 മണിക്കോ ഭക്ഷണം കഴിച്ച് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാലുള്ളൂ അത്താഴം ശരിയാവുക എന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകനും സഹാബത്തും ചെയ്ത ഈ മാതൃകക്ക് വിരുദ്ധമാണ്. ഇനി ഒരാൾ ബാങ്ക് വിളിച്ചു, സ്വാഭാവികമായിട്ടും ക്ഷീണം ഉണ്ടാവും, ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അങ്ങനെ തൊട്ട് മുമ്പാണ് എഴുന്നേറ്റത്. ആ സമയത്ത് എന്ത് ചെയ്യണം? ഇദാ സമിഅ അഹദുക്കും അന്നിദാ, നിങ്ങൾ ഒരാൾ ബാങ്ക് കൊടുക്കണ കേട്ടു, വൽ ഇനാ ഉഫിയദി, നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം, കയ്യിൽ ഭക്ഷണപാത്രം ഉണ്ട്, ഫലാ യളഅഹു,
അത് നിങ്ങൾ അപ്പൊ തന്നെ ഒഴിവാക്കരുത്. ഹത്താ യുഖ്ള ഹാജത്തുൻ മിൻഹു, എന്തെങ്കിലും അത്യാവശ്യത്തിന് ഒരു ആവശ്യത്തിനുള്ള ഭക്ഷണം നിനക്ക് എത്രയാണ് ആവശ്യം അത് കഴിച്ചിട്ട് അതിൽ നിന്ന് മാറിയാൽ മതി. അതുകൊണ്ട് നോമ്പിനൊന്നും ബാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്ര സുന്ദരമാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച നോമ്പ്. മറ്റൊന്ന് സഹോദരങ്ങളെ, പിന്നീട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇന്ന് മൊബൈലുള്ള കാലാണ്. നമ്മളൊക്കെ കണ്ണ് താഴ്ത്തി ഇരുന്ന് ക്ഷീണിച്ചു പോയതാ അല്ലെ. സ്ക്രീൻ ടൈം ഒക്കെ ഒന്ന് നോക്കിയാല് ഒരു ഭൂമി പുറത്തേക്ക് കണ്ണ് പായിച്ചതിനേക്കാൾ കൂടുതൽ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ സമയം മൊബൈലിക്കോ നോക്കിയതാ. അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച ഈ ഹദീസ് എല്ലാം കേൾക്കണം. ഇന്ന് സമയം പോകാൻ ഒരു പണിയില്ല ആളുകൾക്ക്. യഥാർത്ഥത്തിൽ അത് എടുത്തു വെക്കണം. ആ മൊബൈലും അനുബന്ധ സാധനങ്ങളും എടുത്തു വെക്കണം. ഫഇദാ കാന യൗമു സൗമു അഹദിക്കും ഫലാ യർഫുസ് വലാ യസ്ഖബ്, പരസ്പരം കലഹിക്കുക, തല്ലൂട, മോശമായ വർത്തമാനം പറയാം, മ്ലേച്ഛ സംസാരം നടത്തുക, അതേപോലെ തോന്നിവാസങ്ങൾ ചെയ്യുക, തോന്നിവാസങ്ങൾ കാണുക, ഇതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, മാലം യദ് ഖൗല സൂരി വൽ അമല ബിഹി, തോന്നിവാസങ്ങളും മോശമായ അനാവശ്യമായ കാര്യങ്ങളും ഒരാൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാ, അള്ളാഹുവിന് ഹാജത്തുൻ, അള്ളാഹുവിന് ആവശ്യമില്ല, ഫീ അൻ യദഅ തആമഹു വശറബ, അവൻ വെള്ളവും ഭക്ഷണവും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹു അവന് നോമ്പ് ആവശ്യമില്ല. എത്ര കൃത്യ. അതുകൊണ്ട് നമ്മളെ നോമ്പ് കളയുന്ന ഏറ്റവും വലിയ അപകടം പിടിച്ച സാധനം സുജൂദ് ചെയ്യുമ്പോൾ വരെ മുമ്പിൽ വെക്കുന്ന മൊബൈൽ ഫോണാണ് ഇന്നത്തെ കാലത്ത്. അത് സഹോദരങ്ങളെ എത്ര കണ്ട് ഒഴിവാക്കാൻ പറ്റുമോ അത്യാവശ്യത്തിനുമേൽ അത്യാവശ്യം ഉണ്ടാവുമ്പോൾ ഉപയോഗിക്കുമെന്ന് തീരുമാനിച്ച് ബാക്കി എല്ലാം കട്ട് ചെയ്യണമെന്ന് ഞാൻ പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എങ്കിലേ ഈ പറഞ്ഞ നോമ്പ് അനുഷ്ഠിക്കാൻ നമുക്ക് പറ്റൂ. അല്ലാത്ത ഒരാൾക്ക് സാധ്യമല്ല, ഇന്നത്തെ കാലത്ത് സാധ്യമല്ലെന്ന് നമ്മൾ അറിയാം. ഇതിന് പകരം എന്താ, ആ സ്ക്രീൻ ടൈം എന്ന് വിട്ട ബാക്കി ടൈം എന്താ ചെയ്യാ അല്ലേ? എന്താ ചെയ്യാ? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഖുർആനിന്റെ കൂടെ ആയിരിക്കണം, നിന്റെ കണ്ണ് പിന്നെ ഖുർആനിലായിരിക്കണം. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു 3 തവണയെങ്കിലും ഖുർആൻ ഓതി പൂർത്തിയാക്കുമെന്ന് തീരുമാനിക്കുക. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക, കൃത്യമായ ടൈം ടേബിൾ. ഖുർആൻ ഓതാനുള്ള സമയം, അത് ഹിഫ്ളാക്കാനുള്ള സമയം, അത് പിന്നെ അതിന്റെ അർത്ഥം പഠിക്കാനുള്ള സമയം, അത് മനപ്പാടാക്കാനുള്ള സമയം, ഇങ്ങനെ ഒരു ടൈം ടേബിൾ വെച്ച് അള്ളാഹുവിന്റെ ഖുർആൻ ഒരു പരീക്ഷയ്ക്കിരിക്കണ പോലെ പഠിക്കുക. അപ്പൊ കുറച്ച് ക്ഷീണുണ്ടെങ്കിൽ നമ്മൾ ഉന്മേഷവാന്മാരായിരിക്കും. പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലെ നമ്മൾ അധ്വാനിക്കുക. എങ്കിൽ മാത്രമേ ഖുർആനുമായി ഒരു ബന്ധം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. മറ്റൊന്നെന്താ സഹോദരങ്ങൾ അറിയോ? റസൂലുള്ളാഹി ബിൽ ഖൈരി അജ്വദു ബിൽ ഖൈരി മിൻ റീഹിനാൻ, കാറ്റടിക്കുന്ന വേഗത്തിൽ പ്രവാചകൻ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു. റസൂലുള്ളാഹി പണക്കാരനായിരുന്നോ? അല്ല. മരിക്കണ സമയത്ത് പടയെങ്കി വരെ ഒരു ജൂതന്റെ അടുത്ത് പണയത്തിലാണ്. അത്ര ദാരിദ്ര്യം പിടിച്ച പ്രവാചകൻ തന്റെ ജീവിതത്തിൽ കിട്ടിയതൊക്കെ ദാനം ചെയ്തിരുന്ന ഒരു കാലം പരിശുദ്ധ റമളാനായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പള്ളികളും നമ്മുടെ മദ്രസകളും യത്തീമക്കളും സാധുക്കളും ഒക്കെ നമ്മുടെ ചിന്തയിലേക്ക് ഇങ്ങനെ വരണം. ഫണ്ടുകൾ കണ്ടെത്തണം. പിന്നെ എന്നിട്ട് നാം ധാരാളമായി കഴിയുന്നതിനേക്കാൾ വലിയ സംഖ്യ കൊടുക്കണം അല്ലെ. ഇപ്പൊ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താം, നമ്മൾ ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ റമളാൻ ഏറ്റവും സുന്ദരമായി ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ നമ്മൾ AC വെക്കാൻ തീരുമാനിച്ചു അല്ലെ. നമ്മളെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിറക്കി നല്ലൊരു സംഖ്യ അതിന് നമുക്ക് ചെലവാ. സഹോദരങ്ങളെ, മനസ്സറിഞ്ഞ് അള്ളാന്റെ പള്ളിക്ക് കൊടുക്കുക, മദ്രസക്ക് കൊടുക്കുക, ദാനം ചെയ്യുക. ഈ പ്രദേശത്തുള്ള സാധുക്കൾക്കൊക്കെ ഭക്ഷണത്തിന് വകുപ്പുണ്ടാക്കി കൊടുക്കുക. നമ്മൾ ഇഫ്താർ കിറ്റുകൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അധ്വാനത്തിന്റെ ഒരു വലിയ വിഹിതം ഈ റമളാൻ മാസത്തിൽ നമ്മൾ നന്നായി ചെലവഴിക്കാൻ തീരുമാനിക്കുക. കാരണം എന്താ അറിയോ? ആ ദാനമായിരിക്കും, ആ നന്മയായിരിക്കും അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറത്തു തരാനുള്ള കാരണമായി തീരുക എന്ന് നമ്മൾ അറിയാം. മറ്റൊന്ന് സഹോദരങ്ങളെ, ഈ നോമ്പ് തുറക്കുക എന്ന് പറയുന്നത് നമ്മുടെ സഹോദരിമാരെ നല്ലവണ്ണം പഠിപ്പിക്കണം. അവരെ നോമ്പ് നമ്മളതൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ തുറക്കുക അല്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ പള്ളിയിലാണെങ്കിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് ആ ബാങ്കിനെ പ്രതീക്ഷിച്ച് ബാങ്ക് കൊടുക്കുന്ന ആ സമയത്ത് തന്നെ നോമ്പ് നമ്മൾ തുറക്കാം. ഇത്ര പട്ടിണി കിടന്ന എനിക്ക് കുറച്ചും കൂടി ആവാലോ? ഇല്ല, അത് ജൂതന്മാരെ സിസ്റ്റാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈരിൻ അജ്ജലു അൽ ഫിത്ർ, എന്റെ ഉമ്മത്ത് എപ്പോഴും ഖൈറിലാവും എപ്പോ അവർ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന അത്രയും എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലും പുണ്യകരമാണ്. തുറക്കാനുള്ള ഭക്ഷണത്തെ കുറിച്ച് എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? അള്ളാഹിന്റെ റസൂല് പറഞ്ഞു,
നബി നമസ്കരിക്കുന്നതിന് മുമ്പ് യുഫ്തറു അലാ റുതബാത്തിൻ, ഈത്തപ്പഴം കൊണ്ടാണ് റസൂലുള്ള നോമ്പ് തുറന്നിരുന്നത്. ഫഇല്ലം തകുൻ റുതബാത്തുൻ ഫഅലാ തംറാത്തിൻ, അത് കിട്ടിയിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുമായിരുന്നു. ഫഇല്ലം തകുൻ ഹസവാത്തിൻ മിമ്മാ, അതും കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല വെള്ളം കൊണ്ടാണ് നോമ്പ് തുറന്നിരുന്നത്. അപ്പൊ ഏറ്റവും അഫ്ളൽ എന്ന് പറയുന്നത് ഈത്തപ്പഴ, അത് കിട്ടിയില്ലെങ്കിൽ കാരക്കൻ, അതും കിട്ടിയില്ലെങ്കിൽ നല്ല വെള്ളമാണ്. ഇത് നമ്മൾ ശീലാക്കുക. ആ ഒരു ഫളലും കൂടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയേ പറ്റൂ. മറ്റൊന്ന്, അൽഹംദുലില്ലാഹില്ലദി അത്അമനി വസക്കാനി, പ്രാർത്ഥന നമുക്കറിയാം. ഭക്ഷണം കഴിച്ച് ആദ്യം മനസ്സിൽ വരുന്ന അതാ നിനക്ക് സർവസ്തുതിയും. പക്ഷേ നോമ്പുകാരനൊരു പ്രാർത്ഥന ഉണ്ട്, ദഹബൽ ളംഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഇത് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അത് മറന്നു പോയിട്ടുണ്ടാകും, അവരെ ഓർമ്മപ്പെടുത്തണം. നമ്മളും ഇതൊന്ന് പൊടി തട്ടിയെടുത്ത് മനസ്സിലേക്ക് കൊണ്ടുവരണം. ഈ പ്രാർത്ഥന നോമ്പിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റൊന്ന് സഹോദരങ്ങളെ, മിതമായി ഭക്ഷണം കഴിക്കുക. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഭക്ഷണം കൊണ്ടുള്ള രോഗങ്ങളാ, അല്ലാതൊന്നുമല്ല. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റിയ കാലാണിത്. നമ്മളൊന്ന് സ്വയം ഒരു നിയന്ത്രണത്തിലേക്ക് വരിക, മിതമായി ഭക്ഷണം കഴിക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിരല് കൊണ്ട് ഭക്ഷണം കഴിച്ചിരുന്ന, ഏതാണെങ്കിലും. അവിടെ ആട് കറി വെച്ചിട്ടുണ്ട്, പിന്നെ ഒട്ടകത്തെ കറി വെച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ റസൂലുള്ള അത്രയും മിത ശീലമുള്ള ആളായിരുന്നു. നമ്മളൊന്ന് പരിശ്രമിക്കുക. നമുക്കൊക്കെ ഉണ്ട് ആ ദുശീലം. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഒരു വിശ്വാസിയാകുന്നതിന് മുമ്പ് ഒരു മനുഷ്യനെ കുറിച്ച് ഒരാള് നബിനോട് പറഞ്ഞു, നബിയെ, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തീറ്റക്കാരനായിരുന്നു ഇയാൾ, പക്ഷേ അയാള് മുസ്ലിം ആയപ്പോ വളരെ കുറച്ചേ കഴിക്കണുള്ളൂ എന്നാണ്. അത് കേട്ടപ്പോ റസൂലുള്ള പറഞ്ഞു, അതെ, കാഫിർ 7 വയറ് കഴിക്കുന്ന, സബ്അത്തു അംആ എന്നാണ്. 7 ആമാശയത്തിന് 7 ആൾക്ക് തിന്നാലെ ഭക്ഷണം അയാൾ കഴിക്കും. ആര്? കാഫിർ. മുഅ്മിന് കഴിക്കൂല എന്നാ. നമ്മളെ വിടുക. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ രോഗിയായി മരിക്കാൻ നമ്മൾ എന്തിനാ സ്വയം തീരുമാനിക്കണേ? അള്ളാന്റെ സഹായം കിട്ടൂലട്ടോ. അള്ള പറഞ്ഞതൊക്കെ ശീലമാക്കിയാലേ നമുക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടുള്ളൂ. അങ്ങനെ നോമ്പ് നമ്മൾ കാണണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി എന്നാണ് നോമ്പ് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പിന് സൂമു, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം. ലിറുഅയതിഹി, അത് മാസപ്പിറ കണ്ടാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം. അഫ്തിറു ലിറുഅയതിഹി, അത് എപ്പോഴാണ് അവസാനിക്കേണ്ടത്? മാസപ്പിറ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാളിലേക്ക് പ്രവേശിക്കുകയും വേണം. ഫഇൻ ഉമ്മ അലൈക്കും, നിങ്ങൾക്കത് മൂടി, കാർമേയം കൊണ്ടൊക്കെ മൂടിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇദ്ദത്ത് ശഅബാൻ 30, നിങ്ങൾ ശഅബാൻ മാസം 30 പൂർത്തിയാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ട്. അപ്പൊ മാസപ്പിറ കാണുക എന്നുള്ളത് ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതിൽ വെച്ച നിബന്ധനയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, റജബ് പൂർത്തിയായി മാസപ്പിറവി കണ്ട് ശഅബാൻ തുടങ്ങി, അല്ലെ? ശഅബാൻ 28 തിങ്കളാഴ്ചയായിരിക്കും കണക്ക് പ്രകാരം, നമ്മൾ കണ്ടത് പ്രകാരം. ഇൻഷാ അള്ളാഹ് അന്ന് മാസപ്പിറ നമ്മൾ നോക്കി നമുക്ക് എല്ലാവർക്കും പ്രഖ്യാപിച്ച് ഒന്നിച്ച് നോമ്പനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിൽ സഹോദരങ്ങളെ ഇതൊരു ആഘോഷമാക്കി മാറ്റണം. ഒരു മടുപ്പില്ലാതെ സന്തോഷത്തിൻ്റെതാക്കി മാറ്റണം. ആരും കാലത്തെയും കാലാവസ്ഥയും കുറ്റം പറയരുത്. പറഞ്ഞെന്താരോ, അനദ്ദഹർ, ഞാനാണ് കാലം എന്ന് അള്ളാഹുവാണ് പറഞ്ഞത്. നമ്മൾ വെറും ചൂടെന്ന് പറയുമ്പോൾ അള്ളാഹിനെയാണ് പരിഹസിക്കണേ, നോമ്പ് ബാത്തിലാകും. അറിയോ, അത്ര ഗൗരവത്തിൽ വേണം നമ്മുടെ നാവ് ഉപയോഗിക്കാൻ. ഒരു അരിഷ്ടതയും നമ്മൾ പ്രകടിപ്പിക്കരുത്. കൂട്ടത്തിൽ രോഗികളുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ പ്രയാസം ഉണ്ടാവും, ശരിയാണ്. അതുകൊണ്ടാണ് നോമ്പിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഹദീസുകളിലൊക്കെ കാണാൻ പറ്റും. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, 1ന് 10, 1ന് 70, 70,000 എന്നൊക്കെ അമലുകൾക്ക് പ്രതിഫലം പറഞ്ഞ കൂട്ടത്തിൽ അസ്സൗമുലി, നോമ്പെനിക്കാന്ന, അന അജ്സി ബിഹി, ഞാനാണ് അതിന് കൂലി കൊടുക്കാന്ന് അള്ള പറഞ്ഞിട്ടുണ്ട് എന്നാണ്. കാരണം എന്താ അറിയോ, എന്റെ നോമ്പല്ല നിങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പ്, ഒരു ക്യാൻസർ രോഗി അനുഷ്ഠിക്കുന്ന നോമ്പല്ല ആരോഗ്യമുള്ള ഒരാൾ അനുഷ്ഠിക്കുന്നത്, ഒരു ഷുഗറുള്ള ആൾ അനുഷ്ഠിക്കുന്ന നോമ്പല്ല വേറൊരാൾ അനുഷ്ഠിക്കുന്നത്. അതെ, ഓരോരുത്തർ അനുഷ്ഠിക്കുമ്പോഴും അതിനുള്ള പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ കണക്കാക്കി അള്ളേ കൂലി തരാം. അതുകൊണ്ട് സഹോദരങ്ങളെ, മടുപ്പില്ലാതെ, വെറുപ്പില്ലാതെ, അലസതയില്ലാതെ ഈ ഒരു മാസത്തെ
റഹ്മാനായ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എനിക്ക് നടന്നു കയറണമെന്ന ആഗ്രഹത്തോടു കൂടി, അള്ളാഹ് എന്നെ ക്ഷണിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ആ സ്വർഗത്തിന്റെ റയ്യാൻ എന്ന കവാടം തുറക്കപ്പെടുമ്പോ അതിന്റെ മുമ്പിൽ ഞാനുണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടി ജീവിതത്തെ വിശുദ്ധമാക്കി, മനസ്സിനെ ശുദ്ധമാക്കി, സമ്പത്തിനെ ക്രമീകരിച്ച് ജീവിതത്തിന്റെ സമയങ്ങൾ മുഴുവനും അല്ലാഹുക്ക് കൊടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ജീവിക്കാൻ നാം നിയ്യത്ത് വെക്കണം. അള്ളാഹു അതിന് അവസരം നൽകും. നിയ്യത്ത് വെക്കാത്തവനും ഒരുങ്ങാത്തവനും അള്ളാഹ് അവസരം കൊടുത്തിട്ടില്ല. അവന്റെ മുമ്പിൽ അലസമായി കടന്നു പോകും ഈ റമദാൻ. അതുകൊണ്ട് സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ വിശ്വാസികളെ. ഇനി റമദാൻ നമുക്ക് സമാഗതമായിക്കൊള്ളണം എന്നില്ല. ഈ ലഭിക്കുന്ന അനുഗ്രഹത്തെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി നരകമോചനം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. ഈ റമദാൻ നമ്മുടെ റയ്യാൻ എന്ന കവാടത്തിലേക്കുള്ള അവസരമാക്കി അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ദിനങ്ങളൊക്കെ പവിത്രതയോടുകൂടി ആചരിക്കാൻ, അനുഷ്ഠിക്കാൻ, ഉൾക്കൊള്ളാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കഠിനമായ പരീക്ഷണങ്ങളെ തൊട്ട് ഈ റമദാൻ അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി, പൂർണ്ണ സംതൃപ്തിയോടുകൂടി ഈ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ അർഹമുറാഹിമായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, ഭാര്യസന്താനങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ എല്ലാവരുടെയും ഖബറിടം റഹ്മാനായ റബ്ബ് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.